ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് യൂട്യൂബിൻ്റെ തംബ്നെയിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മൊബൈൽ വെച്ചും ചെയ്യാം, കമ്പ്യൂട്ടർ വെച്ചും ചെയ്യാം, എന്ത് വെച്ചും ചെയ്യാം. ഓക്കെ, നമുക്ക് വേറെ ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ചെറിയൊരു ആപ്ലിക്കേഷൻ വേണം. എന്നാൽ നിങ്ങളപ്പം വേണ്ടത് നമുക്ക് ക്യാൻവ എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇപ്പം നമുക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോമിൽ വെച്ച് തന്നെ ചെയ്യാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് ക്രോമിൽ വെച്ചിട്ടാണ്. നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയതിന് ശേഷം ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, CANVA. ഓക്കെ, ക്യാൻവ ജസ്റ്റ് ഒന്ന് ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കാണും. നിങ്ങൾ ആദ്യം തന്നെ വരുന്ന സൈഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാൻവേനെ പോലെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊന്നും എനിക്ക് ഒരു കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം വന്ന ക്യാൻവയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും, ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ഡിസൈൻ ഒന്നുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളത് അത്രയും സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റ് ഇടണം, അതൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാമെന്നാണ്. അപ്പം നമ്മുടെ റൈറ്റ് കോർണറിൽ ഏറ്റവും ടോപ്പിൽ ക്രിയേറ്റ് ഡിസൈൻ എന്നുണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റം സൈസ് എന്ന് കാണിക്കും. യൂട്യൂബ് തംബ്നെയിലുണ്ട്, അതിപ്പം 720 ആണ്, നമുക്ക് 1080p ആണ് വേണ്ടത്. അപ്പം നല്ല ക്വാളിറ്റിയിൽ കിട്ടുമല്ലോ. കസ്റ്റം സൈസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. കസ്റ്റം സൈസിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് 1920 എന്ന് കൊടുക്കുക, 1920. അതിന് ശേഷം 1080 എന്ന് കൊടുക്കുക. ഓക്കെ, 1920 പിന്നെ 1080. ഓക്കെ, അങ്ങനെ കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എ ന്യൂ ഡിസൈൻ പിക്സലിനെ കൊടുക്കുക, ക്രിയേറ്റ് എ ന്യൂ ഡിസൈൻ. അപ്പോൾ ഒരു പുതിയൊരു ഓപ്പൺ ആയിട്ട് വരും, ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിനകത്താണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഡിസൈനിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടം പോലെ ഡിസൈൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു തംബ്നെയിലായി ഇങ്ങനെ നിങ്ങൾക്കൊരു തംബ്നെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു തംബ്നെയിൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബിസിനസ് സ്ട്രാറ്റജി. ഇപ്പം ഈ ക്യാൻവ എന്ന് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന ഈ ഫോട്ടോ നമുക്ക് ഇപ്പം അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് കൊടുക്കാതെ നമുക്കിപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇമേജിൽ കെട്ടി ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങളുടെ ഇമേജ് ഇട്ടാൽ മതിയല്ലോ. നമുക്കിതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, ടെക്സ്റ്റ്. എന്നിട്ട് ആടെ സബ് ഹെഡിങ് ഉണ്ട്. അതായത് സൈസ് അനുസരിച്ച് ഇപ്പോൾ ഞാൻ ഹെഡിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ടെക് മച്ചാൻ എന്നടിക്കുവാണേ. ടെക് മച്ചാൻ എന്നടിച്ചു. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ മുകളിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് കളർ ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം, മഞ്ഞയാക്കി. പിന്നെ ബോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് കൂടും. ഇപ്പം ഞാൻ ബോൾഡൊക്കെ ഇടന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബോൾഡ് ആക്കിയിട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഫക്ട്സും കാര്യങ്ങളിലോട്ടും പോയാൽ നമുക്ക് ഇങ്ങനെ ഫോണ്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഈ എയും വലിയ എയും പറഞ്ഞെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളും ക്യാപിറ്റൽ ലെറ്റേഴ്സായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് മലയാളം അടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് കീബോർഡിൽ അതിലടിച്ചതിന് ശേഷം കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റിൻ്റെ അവിടെ ആടെ ഹെഡിങ്ങിൻ്റെ അവിടെ പേസ്റ്റ്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഫോണിലാണെങ്കിൽ കുറച്ച് നേരം അവിടെ ഞെക്കി വെച്ചിരിക്കുമ്പോൾ പേസ്റ്റ് വരും. അപ്പോൾ അത് ഹെഡിങ് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്കിപ്പോൾ തംബ്നെയിൽ ഇപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തംബ്നെയിൽ യൂട്യൂബ് തംബ്നെയിലിൻ്റെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കാവുന്നതേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഹെഡിങ് വഴി എനിക്ക് കാണിക്കാം. ഓക്കെ, ഇനി ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജസും കാര്യങ്ങളും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോകാം. എലമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സെർച്ച്, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ക്യാറ്റ് എന്ന് സെർച്ച് ചെയ്യുവാണ്. ക്യാറ്റ്, അപ്പോൾ ക്യാറ്റിൻ്റെ കുറേ ഇമേജുകൾ വരുന്നുണ്ട്. ഗ്രാഫിക്സിൽ എടുത്തു കഴിഞ്ഞാൽ കുറേ ക്യാറ്റിൻ്റെ ഇമേജ് വരുന്നുണ്ട്. ഈ കിങ്ങിൻ്റെ ഒരു കിരീടം പോലത്തെ വരുന്നത് പ്രോ അക്കൗണ്ടിന് മാത്രമേ ഉള്ളൂ, അതായത് ക്യാഷ് കൊടുക്കണം. ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ക്യാറ്റിൻ്റെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നമുക്ക് കോപ്പി റൈറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് ഞാൻ ജസ്റ്റ് ഒരു ക്യാറ്റിൻ്റെ ഫോട്ടോ എടുത്തു, ഇങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി നിങ്ങളുടെ ഫോട്ടോ ഇടണം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലോഡ്സിലോട്ട് പോകാം. അപ്ലോഡ്സിലോട്ട് പോയതിന് ശേഷം അപ്ലോഡ് ഫയൽസ് എന്നുണ്ടാവും. അപ്ലോഡ് ഫയൽസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമേജ് ഇതേപോലെ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇടാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സൈഡിലോട്ട് പോകണം. ഫ്രീ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് അടിക്കുക. ഓക്കെ, ഇങ്ങനെ അടിക്കുമ്പോൾ ഫസ്റ്റ് സൈറ്റ് വരും, റിമൂവ് background.bg എന്ന് പറയുന്ന സൈറ്റ് വരും. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ഇമേജ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഉള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും റിമൂവായി കിട്ടും. മനസ്സിലായില്ലേ? എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോൾ ഒരു
സിറ്റിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് വരികയാണ്, നമ്മുടെ രൂപം മാത്രം മതി. പക്ഷേ നമ്മളെങ്ങനെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് വേറൊരു വഴിയുമില്ല. ഇതാണ് നമ്മുടെ വഴി. ഈ സൈറ്റിൽ പോവുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക, എന്നിട്ട് നേരെ വന്ന് അപ്ലോഡ് സെക്ഷനിൽ കൊടുക്കുക. പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, ഡ്രോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കൊന്നും ആവശ്യമില്ല. എലമെൻസും ആവശ്യമാണ്, അപ്ലോഡ്സ് ആവശ്യമുണ്ട്, ടെക്സ്റ്റ് ആവശ്യമുണ്ട്, ഡിസൈനും ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു തംബ്നെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീപ്ലേസ് കറണ്ട് പേജ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ അതിൽ തൊട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഈ ഒരു കളറൊന്നും പാറ്റേണൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് ഇമേജ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ബ്ലാക്കിൻ്റെ അവിടെ വേണമെങ്കിൽ നമുക്ക് യെല്ലോ ആക്കി കൊടുക്കാം. ആ ഒരു ക്വാളിറ്റി വരുന്നില്ല. അപ്പം റെഡെങ്കിൽ റെഡ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാം കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് റിമൂവ് വാട്ടർമാർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാസം തോറും 400 എത്ര രൂപ വെച്ച് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഫ്രീ ആണ്. അപ്പം നമുക്ക് ഡിസൈൻ്റെ അകത്ത് ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇത് ഫ്രീ ആണ്, കണ്ടോ. അപ്പോൾ ഈ ഇമേജ് നമുക്ക് വേണ്ട, ഡിലീറ്റ് കളയാം. ഓക്കെ, അപ്ലോഡ്സിൽ ചെന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ടെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നിങ്ങളുടെ അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തംബ്നെയിൽ ഉണ്ടാക്കാൻ, അതായത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിടാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.